ഹലോ, നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നീ ഒരുപാട് സഹായിച്ചിട്ടുള്ള മനുഷ്യർ, നിന്നിൽ നിന്ന് ഒത്തിരി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളവർ, അവർ വേണ്ട രീതിയിൽ നിന്നോട് സ്നേഹത്തോട് പെരുമാറുകയോ നിന്നെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്ന്? എങ്കിൽ അതിനൊരു കാരണമുണ്ട് കേട്ടോ. ആ കാരണം ഞാനിപ്പോൾ പറയാം. നമ്മൾ ഒരാളെ ആദ്യമായി സഹായിക്കുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് തീർച്ചയായും അവർ നമ്മോട് നന്ദി പ്രകടനങ്ങൾ നടത്തും. രണ്ടാം തവണ നമ്മൾ അവരെ സഹായിക്കുമ്പോൾ അവരത് മുൻകൂട്ടി കാണാൻ തുടങ്ങും. വീണ്ടും വീണ്ടും നമ്മൾ അവരെ സഹായിക്കുമെന്ന് അവർ ചിന്തിക്കും. അത് മൂന്നാമത്തെ തവണയിലേക്ക് പ്രവേശിക്കുമ്പോൾ പതിയെ അതൊരു പ്രതീക്ഷയായി മാറുകയാണ്. അവർക്കത് വീണ്ടും ലഭിക്കുമെന്ന ചിന്ത അവരിൽ ആഴപ്പെടും. അത് നാലാം തവണയാകുമ്പോൾ അവർക്ക് അതിന് അർഹതയുണ്ട് എന്ന് അവർ വിചാരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് വീണ്ടും കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കും. അഞ്ചാം തവണയാകുമ്പോൾ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് അത് മാറും. അത് നമ്മളെ അവർ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്ക്, ഡിപ്പെൻഡൻസിലേക്ക് മാറും. അതില്ലാതെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർ തീരുമാനിക്കും. അവിടെയാണ് നമ്മൾ ദാനമായി കൊടുത്ത് സഹായിച്ച് ഒരു വ്യക്തിയെ ചീത്തയാക്കുന്നതിൻ്റെ, നശിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി ആരംഭിക്കുന്നത്. ആറാം പ്രാവശ്യമാകുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനോ അവർ വാങ്ങുന്നതിനോ യാതൊരുവിധ പരിധികളും ഇല്ലാതായി മാറുന്നു. നമ്മൾ കൊടുക്കുന്നു, അവർ സ്വീകരിക്കുന്നു, തിരികെ നമുക്കൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി നമുക്ക് ഈ പ്രക്രിയ അങ്ങ് നിർത്തലാക്കാം. നമ്മൾ കൊടുക്കുന്നത് നിർത്താൻ ആരംഭിക്കുമ്പോൾ തന്നെ അത്രയും നാൾ നമ്മെ ആശ്രയിച്ചിരുന്ന വ്യക്തി പതിയെ നമ്മുടെ ശത്രുവായി മാറും. വെറുപ്പിലേക്കും നീരസത്തിലേക്കും ആ ബന്ധം തെന്നി വീഴും. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അതിര് കവിഞ്ഞ് കൊടുക്കാതിരിക്കുന്നതും നല്ലതാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് കൃത്യമായ ഒരു പരിധി നമ്മൾ നിശ്ചയിക്കണം. വാരിക്കോരി കൊടുത്തിട്ട് ഉള്ള ബന്ധങ്ങളില്ലാതെ പോയ അനേകം ചരിത്രങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്. സ്വീകരിക്കുന്നവർ എന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കും. അവർ ഒരിക്കലും തിരികെ ഒരു വാക്കുകൊണ്ട് പോലും ചിലപ്പോൾ നന്ദി പ്രകടിപ്പിക്കണമെന്നില്ല. പാത്രം അറിഞ്ഞു കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആളും തരവും നോക്കി നമ്മൾ ചില നേരങ്ങളിൽ അളന്ന് കുറിച്ച് നമ്മിലുള്ള നന്മകൾ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. അല്ലായെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ തന്നെ നിലനിൽപ്പിനും നമ്മുടെ നല്ല ബന്ധങ്ങളുടെ തകർച്ചയ്ക്കുമൊക്കെ കാരണമായി തീരും. ഇതിൻ്റെ മറുവശം, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും തോറും ഒരുപക്ഷെ ആ വ്യക്തി ജീവിതത്തിൽ അലസനായി മാറാനും അധ്വാനിക്കാൻ മടിയുള്ളവനായി തീരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ട് ചൈനക്കാർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വിശക്കുന്ന ഒരാൾക്ക് ഒരു മീൻ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മീൻ പിടിക്കാൻ ഒരു ചൂണ്ട കൊടുക്കുന്നതാണ് എന്നത്. അവരെ അധ്വാനത്തിൻ്റെയും ഉയർച്ചയുടെയും വഴികളിലേക്ക് പോകാൻ ഒന്ന് സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പക്ഷെ നമുക്ക് സാധിക്കുക. പക്ഷേ അത് നമ്മെ കൂടുതൽ ആശ്രയിക്കാനും നമ്മുടെ ജീവിതത്തെയും അവരുടെ ജീവിതത്തെയും തളർത്തിക്കളയാനും കാരണമായി തീരരുത്. അതുകൊണ്ട് സഹായിക്കുമ്പോഴും വിവേകം നമുക്ക് ഒരു അനിവാര്യതയാണ് കേട്ടോ. നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കാൻ നസ്രായൻ പറയുന്നത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നമുക്ക് മുന്നോട്ട് തന്നെ പോകാം കേട്ടോ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.